നയൻതാര, നിവിൻ പോളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ലവ് ആക്ഷൻ ഡ്രാമ. ചിത്രത്തിനായി നയൻതാരയുടെ ഡേറ്റ് വാങ്ങിയെടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ധ്യാൻ. ഈ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമ ചെയ്യാൻ നയൻതാര തയ്യാറായത് സിനിമയുടെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. നയൻതാരയോട് പറഞ്ഞത് വേറെ എന്തൊക്കെയോ കഥയായിരുന്നുവെന്നും പേളിമാണി ഷോയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. ഏട്ടനുമായി നയൻതാരയ്ക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഏട്ടനാണ് അവരുടെ നമ്പർ തരാം, നീ മെസ്സേജ് ചെയ്ത് നോക്കൂ എന്ന് പറയുന്നത്. അച്ഛനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പുള്ളിക്കാരി. ഞാൻ അവർക്ക് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പിറ്റേ ദിവസം തന്നെ വരാൻ പറഞ്ഞു. അവിടെയൊന്നും അങ്ങനെയല്ല, മാനേജേഴ്സ് വഴിയാണ് കാര്യങ്ങൾ നടക്കുക. പിറ്റേ ദിവസം തന്നെ ഞാൻ ചെന്നു. 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയത്. അലക്കി തേക്കാത്ത ഒരു ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടാണ് പോയത്. 5:30 എത്തിയത്. 5 മണിക്ക് മീറ്റിംഗ് ഉള്ളവർ 3:30 വന്നിരിപ്പുണ്ട്. ഞാൻ ലേറ്റായി വരുന്നു. ഞാൻ കയറുന്നു, സ്ക്രിപ്റ്റ് ബുക്ക് തുറക്കുന്നു, വായിച്ചു തുടങ്ങുന്നു. അതിനുശേഷം ഞാൻ ഈ സിനിമയുടെ കഥയൊന്നുമല്ല പറയുന്നത്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്താ പറഞ്ഞത് പോലും എനിക്ക് ഓർമ്മയില്ല. കഥ കഴിഞ്ഞ ശേഷം ഏകദേശം കഥയുടെ ഒരു ബ്രീഫ് കൊടുത്തു. ദെൻ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് അവർ പറഞ്ഞു. കഥയൊന്നുമല്ല, ഐ ലൈക്ഡ് യു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കഥയൊന്നുമല്ല, എന്ത് കഥ, ഏത് കഥ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എനർജിയുണ്ട്. പിന്നെ പണി അറിയാമെന്ന് കാണിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ തന്നെ ഇവൻ കൊള്ളാമല്ലോ എന്ന് തോന്നും. 2-3 ലെൻസിൻ്റെ പേര് ഇതൊക്കെ പഠിച്ചു വയ്ക്കും. വെരി ഈസി ടു ക്രാക്ക്. ആദ്യത്തെ 4-5 സീനുകളിൽ ടെക്നിക്കലി നമ്മൾ സൗണ്ട് ആണെന്ന് കാണിക്കാൻ കുറച്ച് ഷോട്ട്സ് ഒക്കെ പറയും. അങ്ങനെ ഇംപ്രസ് ചെയ്യും. 4-5 ഷോട്ട് കഴിഞ്ഞാൽ കഥയുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു റാപ്പോ ഉണ്ട്, ഒരു മെസ്സേജിനപ്പുറം അവരുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണ്. ഇക്കഴിഞ്ഞ വിഷുവിനും അന്നും കുറേ സംസാരിച്ചിരുന്നു. 3-4 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചത്. എത്ര കാലം കഴിഞ്ഞാലും ആ ബന്ധം അങ്ങനെയുണ്ട്. അത് നമ്മൾ അവരെ ഡീൽ ചെയ്യുന്ന രീതിയിലാണ്. അവരുടെ സ്റ്റാർഡം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്. കഥയൊക്കെ സെക്കൻഡറിയാണ്. നമ്മൾ അവരെ എത്രത്തോളം കംഫർട്ടബിൾ ആക്കി കൊണ്ടുപോകുന്നു എന്നതാണ് കാര്യമെന്നും ഞാൻ പറഞ്ഞു.